അള്ളാഹുവിൻ്റെ തിരുദൂതർ ത്വഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമുണ്ട്. അതായത് അന്ത്യനാളിൽ മഹ്ശറ വൻസഭയിൽ വെച്ച് 4 കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കപ്പെടുന്നത് വരെ ഒരടിമയുടെ കാൽപാദങ്ങൾക്ക് മുന്നോട്ട് ഗമിക്കാൻ കഴിയില്ല. പിന്നീട് അവിടുന്ന് അങ്ങോട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ ഈ 4 കാര്യങ്ങൾക്ക് ഒരാൾ ഉത്തരം നൽകണം. ഏതെല്ലാമാണ് ആ 4 കാര്യങ്ങൾ? അതിൽ ഒന്നാമത്തത് അള്ളാഹു ചോദിക്കുന്നത് അൻ ഉംരിഹി ഫീമ അഫ്നാഹ്, അവരുടെ വയസ്സ്, എത്ര വർഷമാണോ ഈ ഭൂമിയിൽ ജീവിക്കാൻ അള്ളാഹു അവർക്ക് അവസരം നൽകിയത്, ആ വയസ്സ് എന്തിലാണ് നശിപ്പിച്ചത്, എന്തിലൊക്കെയാണ് ഉപയോഗിച്ചത്, എങ്ങനെയൊക്കെയാണ് ചെലവഴിച്ചത് എന്ന് അള്ളാഹുവിനറിയണം. രണ്ടാമത്തെ കാര്യം വഅൻ ജസദിഹി ഫീമ അബ്ലാഹ്, സ്വന്തം ശരീരത്തെക്കുറിച്ചാണ്. സ്വന്തം ശരീരം എങ്ങനെയാണ് നശിപ്പിച്ചത് അല്ലെങ്കിൽ വിനിയോഗിച്ചത്, അല്ലെങ്കിൽ ആരോഗ്യവും സമ്പത്തും തൻ്റെ കഴിവൊക്കെ എന്തിലൊക്കെയാണ് വിനിയോഗിച്ചത് എന്ന് അള്ളാഹുവിനറിയണം. മൂന്നാമത്തെ കാര്യം വഅൻ ഇൽമിഹി ഫീമ അമില, സ്വന്തം അറിവിനെ കുറിച്ചാണ്. ആ അറിവ് കൊണ്ട് എന്തൊക്കെയാണ് ഒരാൾ പ്രവർത്തിച്ചത്, ഒരാൾ അറിവ് നേടി ആ അറിവ് കൊണ്ട് എന്തെല്ലാമാണ് പ്രവർത്തിച്ചത്, ആ അറിവ് കൊണ്ട് എത്ര ആളുകൾക്കാണ് ഉപകാരം ചെയ്തത്, ആ അറിവ് കൊണ്ട് ഉപദ്രവം ചെയ്തിട്ടുണ്ടോ, ഇതെല്ലാം അള്ളാഹു ചോദിക്കും. നാലാമത്തെ കാര്യം വഅൻ മാലിഹി മിൻ ഐന ഇക്തസബഹു വഫീമ അൻഫഖഹു, സ്വന്തം സമ്പത്താണ്. ആ സമ്പത്തിനെ കുറിച്ച് അത് എവിടെ നിന്നാണ് ലഭിച്ചത്, എങ്ങനെയാണ് നേടിയെടുത്തത്, എന്തിലെല്ലാമാണ് ചെലവഴിച്ചത്. അപ്പോൾ ഒന്നുകൂടെ പറയട്ടെ, 4 കാര്യങ്ങൾ. ഒന്ന്, സ്വന്തം വയസ്സിനെ കുറിച്ചാണ്, എങ്ങനെയാണ് ഈ വയസ്സ് മുഴുവനും ഇവൻ ഉപയോഗിച്ചത്. അതോടൊപ്പം ശരീരത്തെക്കുറിച്ചാണ്, ശരീരത്തെ വിനിയോഗിച്ചത് എന്തിനു വേണ്ടിയായിരുന്നു. മൂന്നാമത്തെ കാര്യം അറിവാണ്, ആ അറിവ് കൊണ്ട് എങ്ങനെയാണ് പ്രവർത്തിച്ചത്. നാലാമത്തെ കാര്യം സ്വന്തം സമ്പത്താണ്, ആ സമ്പത്ത് എവിടെ നിന്നാണ്, എങ്ങനെയാണ് നേടിയെടുത്തത്, എന്തിലെല്ലാമാണ് ചെലവഴിച്ചത്. ഈ 4 കാര്യങ്ങൾക്ക് കൃത്യമായ ഉത്തരം അള്ളാഹുവിന് നൽകിയാൽ മാത്രമേ മഹ്ശറ വൻസഭയിൽ വെച്ച് പിന്നീട് അതിന് ശേഷമുള്ള കാര്യങ്ങളിലേക്ക് നമ്മളെ നയിക്കപ്പെടുകയുള്ളൂ, നമുക്ക് ഗമിക്കാൻ കഴിയുകയുള്ളൂ എന്ന് പറഞ്ഞാൽ അത് വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, മറ്റുള്ളവരോടുള്ള വെറുപ്പും വിദ്വേഷവും മനസ്സ് അശുദ്ധമാക്കിക്കൊണ്ടുള്ള നടപ്പും അസൂയയും അഹങ്കാരവുമായുള്ള നമ്മുടെ നടപ്പും എല്ലാം നമ്മൾ എത്രയും പെട്ടെന്ന് മാറ്റിവെക്കണം. സ്വന്തം കാര്യത്തിൽ തന്നെ കൃത്യമായ ഉറപ്പില്ലാത്ത, ചെയ്യുന്ന അമലുകളെല്ലാം സ്വീകരിക്കപ്പെട്ടിട്ടുണ്ടോ ഇല്ലേ എന്നു യാതൊരു ഉറപ്പുമില്ലാതെ തെറ്റുകൾ ധാരാളമായി ചെയ്തുകൊണ്ടിരിക്കുന്ന നാം നഫ്സി നഫ്സി എന്ന് പറഞ്ഞ് നടക്കേണ്ട സമയമാണിപ്പോൾ. നമ്മൾ സ്വന്തമായി മാറുക. മുഹറം മാസത്തിലാണ് നമ്മൾ നിലകൊള്ളുന്നത്. ഇതിൻ്റെ സവിശേഷത മനസ്സിലാക്കി നന്മകളിലൂടെ മുന്നോട്ട് പോവുക. അള്ളാഹുവേ നീ തൗഫീഖ് ചെയ്യണം റഹ്മാനെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.